പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, 2024 ഒക്ടോബർ മാസം 12-ാം തീയതി ചേപ്പാട് ഫിലിപ്പോസ് മാർ ദെവന്യാസ്യോസ് മെത്രാപ്പോലീത്ത തിരുമനസിലെ ഓർമ്മയായിരുന്നു. ഓർമ്മ പെരുന്നാളിൽ മുഖ്യ കാർമ്മികനായി ഞാൻ സംബന്ധിക്കുവാൻ ദൈവം അവസരം തന്നു. ഇടവക സ്നേഹപൂർവം എന്നെ ക്ഷണിച്ചു. ആ സന്ദർഭത്തിൽ ചേപ്പാട് ഫിലിപ്പോസ് മാർ ദെവന്യാസ്യോസ് മെത്രാപ്പോലീത്തയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ അന്വേഷിക്കുവാനും പഠിക്കുവാനും അത് ദൈവമക്കളുമായി പങ്കിടുവാനും അവസരം ലഭിച്ചു. ചില കാര്യങ്ങൾ നിങ്ങളുമൊത്ത് പങ്കുവയ്ക്കുന്നത് നന്നായിരിക്കും എന്ന് കരുതുന്നു. ഒന്നാമത്, 1825 ചേപ്പാട് ഫിലിപ്പോസ് മാർ ദെവന്യാസ്യോസ് മെത്രാപ്പോലീത്ത മലങ്കര മെത്രാപ്പോലീത്തയായി ഉയർത്തപ്പെട്ട് ആ സ്ഥാനം സ്വീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മെത്രാഭിഷേകത്തിൻ്റെ 200 വർഷം തികയുന്ന ജൂബിലി ശതാബ്ദി പെരുന്നാൾ അടുത്ത വർഷം നടക്കുകയായി. ഈ സന്ദർഭത്തിൽ ചേപ്പാട് ഫിലിപ്പോസ് മാർ ദെവന്യാസ്യോസ് മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ട് മലങ്കര സഭയ്ക്ക് ചെയ്ത പ്രത്യേകമായ സംഭാവന എന്തെന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. നമ്മൾ ഒരു കാര്യം പ്രത്യേകമായി ഓർക്കുക. ഞാൻ സൂചിപ്പിച്ചതുപോലെ 1825 ആ വർഷം അദ്ദേഹം മലങ്കര മെത്രാപ്പോലീത്തയായി മെത്രാഭിഷേകം സ്വീകരിച്ചതോടുകൂടെ ഉയർത്തപ്പെടുകയായിരുന്നു. ആ കാലഘട്ടം മുതൽ 1934 വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദെവന്യാസ്യോസ് സഭാഭാസുരൻ മലങ്കര മെത്രാപ്പോലീത്ത കാലം ചെയ്യുന്നതുവരെയുള്ള കാലഘട്ടത്തിൽ 3 വലിയ പിതാക്കന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത് ചേപ്പാട് ഫിലിപ്പോസ് മാർ ദെവന്യാസ്യോസ് മെത്രാപ്പോലീത്തയായിരുന്നു. രണ്ടാമത് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദെവന്യാസ്യോസ് അല്ലെങ്കിൽ ദെവന്യാസ്യോസ് അഞ്ചാമനായിരുന്നു. ചേപ്പാട് ഫിലിപ്പോസ് മാർ ദെവന്യാസ്യോസ് മെത്രാപ്പോലീത്ത ദെവന്യാസ്യോസ് നാലാമനായിരുന്നു. വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദെവന്യാസ്യോസ് മെത്രാപ്പോലീത്ത മോർ ദെവന്യാസ്യോസ് ആറാമൻ ആയിരുന്നു. മലങ്കര മെത്രാപ്പോലീത്തമാരായ മാർ ദെവന്യാസ്യോസ് നാലാമൻ, മോർ ദെവന്യാസ്യോസ് അഞ്ചാമൻ, മോർ ദെവന്യാസ്യോസ് ആറാമൻ, ഈ 3 വലിയ പിതാക്കന്മാർ മലങ്കര സഭയ്ക്ക് വലിയ സംഭാവന ചെയ്ത വ്യക്തിത്വങ്ങളായിരുന്നു. ഒന്നാമത്, മലങ്കര സഭയുടെ സ്വത്വം, മലങ്കര സഭയുടെ സ്വയശീർഷകത്വം, മലങ്കര സഭയുടെ ദേശീയത, മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം ഇവ കാത്ത് സംരക്ഷിക്കുന്നതിൽ ഈ 3 പിതാക്കന്മാരും മലങ്കര മെത്രാപ്പോലീത്ത എന്ന സ്ഥാനത്തിലൂടെ വലിയ സംഭാവനകൾ ചെയ്ത പിതാക്കന്മാരായിരുന്നു. ചേപ്പാട് ഫിലിപ്പോസ് മാർ യൗസേബിയോസ് മെത്രാപ്പോലീത്ത മോർ ദെവന്യാസ്യോസ് നാലാമൻ മലങ്കര മെത്രാപ്പോലീത്ത എന്ന നിലയിൽ എന്ത് സംഭാവനയാണ് അദ്ദേഹം ചെയ്തത് എന്ന ചോദ്യത്തിന് ഒന്നാമതായി മാവേലിക്കര സുന്നഹദോസ് 1836 കൂടി ആ സുന്നഹദോസിൽ ഒരു വലിയ പ്രതിജ്ഞ ചെയ്തു. അതായത് ബ്രിട്ടീഷ് മിഷണറിമാരുമായുള്ള
സകല ബന്ധവും ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. അതിൻ്റെ കാരണം ബ്രിട്ടീഷ് മിഷണറിമാർ ഇവിടെ സഭയുടെ നവീകരണം ഇവിടെ കൊണ്ടുവരുന്നതിൽ പ്രത്യേകമായി അവർ പരിശ്രമിച്ചു. മലങ്കര സഭയുടെ ഓർത്തഡോക്സ് പാരമ്പര്യം അത് ഉപേക്ഷിച്ചുകൊണ്ട് നവീകരണ പ്രസ്ഥാനത്തിലൂടെ സഭയുടെ വിശ്വാസം മാറ്റിമറിക്കുന്നതിനുള്ള പരോക്ഷമായ ശ്രമമാണ് ബ്രിട്ടീഷ് മിഷനറിമാരിലൂടെ നടന്നത്. അതുകൊണ്ട് അത് സഭയുടെ ഓർത്തഡോക്സ് പാരമ്പര്യം നിലനിർത്തുവാൻ സഹായകരമാവുകയില്ല എന്ന് പ്രത്യേകമായി തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് 1836 ചേപ്പാട് ഫിലിപ്പോസ് മാർ ദെവന്യാസ്യോസ് അല്ലെങ്കിൽ ദെവന്യാസ്യോസ് 4-ാമൻ മെത്രാപ്പോലീത്ത നേതൃത്വം കൊടുത്ത് മാവേലിക്കര സുനോദോസ് കൂടുന്നതിന് ഇടയായി തീർന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ വലിയ സംഭാവനയാണ്. രണ്ടാമത് 1843 പാലക്കുന്നത്ത് മാർ അഥാനാസിയോസ് അന്ത്യോഖ്യ പാത്രിയർക്കീസിൽ നിന്ന് മേൽപ്പട്ടം സ്ഥാനം സ്വീകരിച്ച് മലങ്കരയിലെത്തി. അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ മാർ ദെവന്യാസ്യോസ് 4-ാമൻ ചേപ്പാട് ഫിലിപ്പോസ് മാർ ദെവന്യാസ്യോസ് മെത്രാപ്പോലീത്ത മനസ്സിൻ്റെ തുറവ് കാണിച്ചു. നിരണത്ത് വെച്ച് ഒരു മെത്രാപ്പോലീത്ത എന്ന നിലയിലുള്ള സ്ഥാനചിഹ്നങ്ങൾ അദ്ദേഹത്തെ അണിയിച്ചു. അങ്ങനെ അണിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ തയ്യാറായി. മറ്റൊരു കാര്യവും കൂടെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം തുറന്ന് പ്രസ്താവിച്ചു. തൻ്റെ പിൻഗാമിയായി മാത്യൂസ് മാർ അഥാനാസിയോസ് മെത്രാപ്പോലീത്തായെ സ്വീകരിക്കുവാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഒരു മെത്രാപ്പോലീത്ത എന്നുള്ള നിലയിൽ പത്രസീരും ശീലമുടിയും അണിയിച്ച് സ്ഥാനചിഹ്നങ്ങൾ നൽകി അദ്ദേഹത്തെ സ്വീകരിച്ചത്. എന്നാൽ മലങ്കര മെത്രാപ്പോലീത്ത സ്ഥാനം അദ്ദേഹത്തിന് ഉടനടി നൽകുന്നതിലൂടെ വൈദേശികമായ ഒരാധിപത്യം നമ്മളുടെ സഭയിൽ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടെന്ന് അദ്ദേഹം മുൻകാണുകയായിരുന്നു. അതുകൊണ്ടാണ് സ്ഥാനത്യാഗം ചെയ്ത് പാലക്കുന്നത്ത് മാത്യൂസ് മാർ അത്താനാസ്യോസിനെ സ്വീകരിക്കുവാൻ അദ്ദേഹം ആ സമയം സന്നദ്ധനാകാതിരുന്നത്. ഇതിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, ഒരു വശത്ത് ബ്രിട്ടീഷ് മിഷണറിമാരുടെ നവീകരണ സ്വാധീനങ്ങൾ, വേറൊരു മാർഗത്തിലൂടെ വൈദേശികമായ ആധിപത്യം അതിവിടെ വന്ന് ഇവിടെയുള്ള സംവിധാനങ്ങളെ ഉലയ്ക്കും വിധം വരുന്നു എന്നുള്ളത് സഭയ്ക്ക് നല്ലതല്ല എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. എന്നാൽ അദ്ദേഹം മറ്റൊരു കാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്നു. 1846 യുയാഖിം മാർ കൂറിലോസ് അന്ത്യോഖ്യയിൽ നിന്ന് നമ്മളുടെ സഭയിലെത്തി, കേരളത്തിലെത്തി. അദ്ദേഹം ബോംബെയിലൂടെയാണ് വന്നത്. ബ്രിട്ടീഷ് അധികാരികളിൽ നിന്നും മലങ്കര മെത്രാപ്പോലീത്തായി കടുത്ത അധികാരങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള അനുവാദവും അതിനുള്ള അധികാരവും അവരിലൂടെ സ്വീകരിച്ചുകൊണ്ടാണ് വന്നത്. മാത്രമല്ല, അന്ത്യോഖ്യ പാത്രിയർക്കീസിൽ നിന്നും കൽപ്പനയും കൂടെ കൊണ്ടുവരികയായിരുന്നു. ആ സന്ദർഭത്തിൽ ചേപ്പാട് മാർ ദെവന്യാസ്യോസ് മെത്രാപ്പോലീത്തായിക്ക് രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ വന്നു. ഒന്ന്, അതിനെ ചെറുക്കാം, മലങ്കര മെത്രാപ്പോലീത്ത എന്നുള്ള സ്ഥാനം നിലനിർത്തുവാനുള്ള പരിശ്രമം നടത്താം. അതല്ലെങ്കിൽ സ്ഥാനത്യാഗം ചെയ്ത് അന്ത്യോഖ്യയിൽ നിന്നെത്തിയ യുയാഖിം മാർ കൂറിലോസ് മെത്രാപ്പോലീത്തായെ സ്വീകരിച്ച് അദ്ദേഹത്തെ
മലങ്കര മെത്രാപ്പൊലീത്ത സ്ഥാനം നൽകി താൻ മാറിക്കൊടുക്കാം. ഈ രണ്ട് കാര്യങ്ങളുടെ നടുവിൽ മാത്യൂസ് മാർ അത്താനാസ്യോസ് മെത്രാപ്പൊലീത്തയ്ക്ക് മലങ്കര മെത്രാപ്പൊലീത്ത സ്ഥാനം നൽകുന്ന അത് ഒഴിവാക്കിക്കൊണ്ട് അതിലൂടെ നവീകരണ പ്രസ്ഥാനം കയറി വരുവാനുള്ള സാധ്യത മുൻകണ്ടുകൊണ്ട് അത് ഉപേക്ഷിച്ച് യൂയാക്കിം മാർ കൂറിലോസിന് മലങ്കര മെത്രാപ്പൊലീത്ത സ്ഥാനം നൽകുകയായിരുന്നു ചേപ്പാട് മാർ ദിവന്യാസോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട്. അത് അദ്ദേഹം ചെയ്തത് ഒരു വലിയ പരിത്യാഗമായിരുന്നു. എന്തിനു വേണ്ടി അങ്ങനെ ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരം, അങ്ങനെ മാത്രമേ ആ സന്ദർഭത്തിൽ മലങ്കര സഭയെ സത്യവിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ അദ്ദേഹത്തിന് നിർവാഹമുണ്ടായിരുന്നുള്ളൂ. സ്ഥാനത്ത് തന്നെ തുടരണമോ, അങ്ങനെ തുടരുന്നത് വഴി ഉണ്ടാകാവുന്ന മറ്റ് ഭവിഷ്യത്തുകൾ, സഭയ്ക്കുണ്ടാകാവുന്ന ദോഷങ്ങൾ, അത് വേണോ, അതോ ധ്യാനത്യാഗം ചെയ്ത് ആത്യന്തികമായി മലങ്കര സഭയുടെ ആ വിശ്വാസത്തിലുള്ള, ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസത്തിലുള്ള ആ ഒരു നിലനിൽപ്പ് അത് അങ്ങനെ തന്നെ തുടരുവാൻ സാഹചര്യം ഒരുക്കണോ എന്ന ചോദ്യത്തിന് മുമ്പിൽ ചേപ്പാട് മാർ ദിവന്യാസോസ് മെത്രാപ്പൊലീത്ത അങ്ങനെയാണ് ധ്യാനത്യാഗം ചെയ്തത്. അദ്ദേഹം 1855 കാലം ചെയ്തു. ഇന്ന് നമ്മൾ മറ്റു ചില രേഖകളുമൊക്കെ പരിശോധിക്കുന്ന അവസരത്തിൽ ചേപ്പാട് മാർ ദിവന്യാസോസിൻ്റെ വലിയ പരിത്യാഗം, അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ജീവിക്കുന്ന സഹതയായിരുന്നു. നവീകരണ പ്രസ്ഥാനത്തിൻ്റെ സമ്മർദ്ദം, മാത്യൂസ് മാർ അത്താനാസ്യോസിൻ്റെ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്ന സമ്മർദ്ദം, യൂയാക്കിം മാർ കൂറിലോസ് മെത്രാപ്പൊലീത്ത വന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ധ്യാനത്യാഗം ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം, അവിടെ അദ്ദേഹം സുപ്രധാനമായി കണ്ടത് മലങ്കര സഭയുടെ സത്യവിശ്വാസത്തിലുള്ള നിലനിൽപ്പും അത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള നിശ്ചയദാർഢ്യവുമായിരുന്നു. അങ്ങനെയാണ് ചേപ്പാട് ഫിലിപ്പോസ് മാർ ദിവന്യാസോസ് മെത്രാപ്പൊലീത്ത അല്ലെങ്കിൽ ദിവന്യാസോസ് നാലാമൻ മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് അങ്ങനെ ഒരു ധ്യാനത്യാഗത്തിന് ഒരുങ്ങിയത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ആത്യന്തികമായി എന്തിനു വേണ്ടിയാണെന്ന ചോദ്യത്തിന് നമ്മൾ ഇന്ന് വിലയിരുത്തുമ്പോൾ മലങ്കര സഭയുടെ സ്വത്വവും സ്വാതന്ത്ര്യവും സ്വയശീർഷകത്വവും നിലനിർത്തുന്നതിന് അനിവാര്യമായ ഒരു സാഹചര്യം, അത് തന്മയത്വത്തോടുകൂടെ ത്യാഗങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അങ്ങനെ നിലനിർത്തുവാൻ അദ്ദേഹം പ്രത്യേകമായി പരിശ്രമിച്ചു. അന്ന് അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായാണ് പിന്നീട് പുലിക്കോട് ജോസഫ് മാർ ദിവന്യാസോസ് അല്ലെങ്കിൽ ദിവന്യാസോസ് അഞ്ചാമൻ മെത്രാപ്പൊലീത്ത 1876 നടന്ന മുളന്തുരുത്തി സുന്നഹോദോസ്, അതിലൂടെ ഉണ്ടാവുന്ന അന്ത്യോക്യൻ പാരതന്ത്ര്യത്തിൻ്റെ ചില അധിനിവേശ പ്രവണതകൾ, അതൊക്കെ അതിജീവിക്കുന്നതിന് പുലിക്കോട് ജോസഫ് മാർ ദിവന്യാസോസ് അഞ്ചാമന് സാധിച്ചു, വിജയിച്ചു. 1908 അദ്ദേഹം കാലം ചെയ്തു. പിന്നീട് വന്ന് വട്ടശ്ശേരിൽ മാർ ദിവന്യാസോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് ഇവിടെ കാതോലിക്കേറ്റ് സംസ്ഥാപിച്ചു. 1934 വരെയുള്ള അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായാണ് മലങ്കര സഭയിൽ കാതോലിക്കേറ്റ് സംസ്ഥാപിതമാകുന്നതിനും അതോടൊപ്പം തന്നെ മലങ്കര സഭയുടെ സ്വത്വം, അതിൻ്റെ ദേശീയത, അതിൻ്റെ സ്വാതന്ത്ര്യം, സ്വയശീർഷകത്വം ഇവ നിലനിർത്തുന്നതിന് സാധിച്ചു. ഇതൊരു അനസ്യൂതതയാണ്, ഒരു തുടർച്ചയാണ്. ചേപ്പാട് ഫിലിപ്പോസ് മാർ ദിവന്യാസോസ്, പുലിക്കോട് ജോസഫ് മാർ ദിവന്യാസോസ്,
വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദവന്യാസ്യോസ്, ദവന്യാസ്യോസ് 4-മൻ, ദവന്യാസ്യോസ് 5-മൻ, ദവന്യാസ്യോസ് 6-മൻ. ഈ പുണ്യപിതാക്കന്മാരുടെ സ്മരണയ്ക്ക് മുമ്പിൽ പ്രണമിക്കുന്നു. പ്രത്യേകിച്ച് ഒക്ടോബർ മാസം 12-ാം തീയതി ഓർമ്മ കഴിക്കുന്ന ചേപ്പാട് മോർ ദവന്യാസ്യോസ് മെത്രാപ്പോലീത്തായുടെ വലിയ സംഭാവനകൾ, ജീവിത മാതൃക, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നൈർമല്യം, പരിശുദ്ധി, നിശ്ചയദാർഢ്യം, സഭയോടുള്ള അഗാധമായ സ്നേഹം, അതിൻ്റെ ഫലം നമ്മളിന്ന് അനുഭവിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ വാഴ്വിനായി തീരട്ടെ. മധ്യസ്ഥത നമുക്ക് ഏവർക്കും കോട്ടയായിരിക്കട്ടെ.